എന്താ ഇപ്പൊ സാധനം ഇറക്കാതെ പോണ ഈ എന്താ ലോക്കാക്കണത്? ഒരു പരിപാടിയില്ല ബാബു. അവിടുത്തെ കുറച്ച് സ്റ്റാഫ് ഉണ്ടല്ലോ അവിടെ. ഓല് എത്ത് കണ്ടിട്ടാ ഒരു 4-5 സ്റ്റാഫ് ഉണ്ട്. ഒരാൾക്ക് അവിടെ അങ്ങോട്ട് ഇറക്കണം, ഒരാൾ അറിയും അവിടെ ഇറക്കാൻ പറ്റില്ല ഇവിടെ ഇറക്കണം, ഒരാൾ മേലേക്ക് കൊണ്ടുവയ്ക്കണം. ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കാതെ ഇത് രാവിലെ തൊട്ട് ഈ നേരം വരെ ഇങ്ങനെ നയിച്ചു തന്നെയാണ് ഈ പരിപാടി. ഇതിങ്ങനെ ഓരോങ്ങനെ ഓരോന്ന് ബന്ധിച്ചാലും ഓൾക്ക് നമ്മൾ ഈ മന്ദൂപ്പട കാണുമ്പോൾ ഓൾക്ക് ഒരു വല്ലാത്തൊരു നയിക്കുന്നതിന് എനിക്ക് ശമ്പളം കിട്ടണില്ല. ഇനിയിപ്പോ എന്താ വേണ്ടി? അല്ല ശമ്പളം കിട്ടുന്നതിന് സാധനം ഇറക്കാൻ ഞാൻ എനിക്കിന്റെ കമ്പനി ശമ്പളം തരുന്ന എന്തിനാ? അല്ല ഒന്നാമത് നിങ്ങളോട് കേൾക്കണം, മറ്റേ ഇവിടെ കടലല്ല 4-5 നിൽക്കണ നേരം നിൽക്കണോണ്ടല്ലേ ഓൾക്കെത്താട് പണിയുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു ഇറക്കിക്കോ. അപ്പൊ ഒരുത്തം പറയും ഇത് ഇവിടെ വെച്ചോ ഇവിടെ ഇറക്കിക്കോ പറയും. മറ്റേ പറയാൻ ആൾ പറ്റൂല അവിടെ വെച്ച് നോക്കുന്നതാണ്. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിപ്പിക്കും. നമുക്ക് ഒരുപാട് ദിവസം കൊണ്ടുപോയിട്ടാക്കണം. എന്നാ പിന്നെ പറയാം ഒന്നെങ്കിലും പറയാം മുസ്തോദയിൽ ഇറക്കി വെക്കാൻ. എന്നാ മുസ്തോദയ്ക്ക് പോട്ടെ. എനിക്ക് ഇറക്കാൻ പറ്റില്ല. അല്ല ഇന്നെ കൊണ്ട് ഇറക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ട് പറയാം അങ്ങോട്ട് പറയാം. ഇന്റെ പണി ഞാൻ നോക്കിക്കോളാം. ഇന്റെ കമ്പനിക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കി. കാരണം ഒരാളോട് മര്യാദ സംസാരിക്കാറ് 4-5 ആൾക്കാർ 4 വർത്താനല്ലേ പറയുന്നത്. ഓരോ വർത്താനങ്ങൾ. അതെന്താന്നറിയോ? സംഗതി കുഞ്ഞിപ്പാന്റെ പാട്ടല്ല. ഓമ്പട വന്നിട്ട് 3/4 മണിക്കൂറോളം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അത് റെയിമിനെ ഇവിടെ മന്ദുകൾ അധികം ഇട്ടിരിക്കുന്നതാണ്. ഓനെന്തെങ്കിലും ഒരു ചില്ലറ കിട്ടിയാലേ പോയി ഇറക്കുള്ളൂ. ചില്ലറ കൊടുക്കണോലൊക്കെ പെട്ടെന്ന് ഇറക്കി കൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനും നോക്കാൻ ശ്രദ്ധിക്കണ്ടായി. കാരണം ഞാൻ പിന്നെ അവന്റെ അടിയിൽ നിന്ന് വർത്താനം പറയാം. അവനോടൊന്ന് ശരിക്കും പറയണേ. നിങ്ങൾ പറഞ്ഞാല് നമ്മള് പറയുമ്പോ പിന്നെ എന്താ പറയുക? ഓനും അത് കുറെ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കണേ. എന്നിട്ട് അവര് അങ്ങനെ ആണ്ടും കൊണ്ടും പറഞ്ഞിട്ടുണ്ടേ. ഞാനും മറ്റേ വന്ന് വന്നപ്പോഴോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓര് പാകമുള്ള ഒരാളൊക്കെ തന്നെയാണ്. ഓനെ നമ്മള് കുറ്റം പറയാൻ പറ്റില്ല. ഓനെ വിളിച്ചിട്ടേ നിങ്ങൾ പറഞ്ഞേക്കാം. അപ്പത്തെ ഇതില് രണ്ടു കൂട്ടി കണക്കണ്ട. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് റെയിമിനോട് നിങ്ങളൊന്ന് കാര്യമായിട്ട്.